നമ്മുടെ സ്ഥാപനം SB വുഡ് കാർവിംഗ്സ് ആൻഡ് ഡിസൈൻസ് ആണ്. സ്ഥലം വരുന്നത് മാങ്ങോട്, ചെർപ്പശ്ശേരി പാലക്കാട് ഹൈവേയിലാണ്. ഷർട്ട് ലൊക്കേഷൻ മാങ്ങോട്. നമ്മൾ എന്തൊക്കെ സർവീസുകളാണ് ചെയ്യുന്നത്? ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാർവിംഗ് ആണ് മെയിൻ. കാർവിങ്ങിൽ കുറേ വെറൈറ്റി ഉണ്ട്. മെയിൻ ഡോറിൻ്റെ കാർവിങ്, ഇൻറ്റീരിയർ കാർവിങ്, പൂജാ റൂമിൻ്റെ കാർവിങ്, പിന്നെ അല്ലാതെ ടെമ്പിൾ, നമ്മൾ ഈ ദൈവങ്ങളുടെ ശില്പം അത് മരത്തിൽ കൊത്തി കൊടുക്കും 3D ആയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നെയിം ബോർഡ് മരത്തിൽ ഇപ്പോൾ കൊത്തി കൊടുക്കണം എന്ന് കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പരിപാടി നമ്മൾ 3D ആയിട്ട് മരത്തിൽ കൊത്തി കൊടുക്കുന്നുണ്ട്. നെയിം ബോർഡ് നമുക്ക് ഏത് ഡിസൈനും നമുക്ക് മരത്തിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 3D രൂപത്തിൽ വരുന്ന ഏത് ഡിസൈനും മരത്തിൽ കൊത്തി കൊടുക്കാൻ പറ്റും. ഈ ദൈവങ്ങളുടെ രൂപം ഗണപതി, ലക്ഷ്മി, സരസ്വതി, ശിവൻ, പാർവതി അങ്ങനെ എല്ലാ ദൈവങ്ങളുടെയും 3D മോഡൽ നമുക്ക് മരത്തിൽ കൊത്തി കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന മരങ്ങള് ഏത് ടൈപ്പ് മരങ്ങളാണ്, എന്തൊക്കെ മെറ്റീരിയലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ വർക്കുകൾ? മരങ്ങൾ എന്ന് പറയുമ്പോൾ തേക്കാണ് മെയിൻ ഐറ്റം. ഈ ശില്പങ്ങൾ കൊത്താൻ വേണ്ടി മാത്രം പ്ലാവ് എടുക്കും. തേക്കിലാണ് ഡോറ് മൊത്തം ഉണ്ടാക്കുന്നത്. ഡോറ്, പിന്നെ അലമാരയുടെ സെറ്റ്, പിന്നെ കട്ടിലാണ് മെയിൻ ഐറ്റം. കട്ടിലിന്റെ ഹെഡ് ഫുഡ് റെസ്റ്റ് എല്ലാം നമ്മൾ 3D രൂപം ചെയ്യുന്നത് തേക്ക് മരത്തിലാണ്. അമ്പലങ്ങളിലെ പരിപാടി, ദൈവങ്ങളുടെ പരിപാടി വരുമ്പോൾ മാത്രം നമ്മളത് പ്ലാവ് മരത്തിൽ ചെയ്യും. കസ്റ്റമേഴ്സ് എങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത്? കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി നമ്മുടെ ഇപ്പോൾ ആശാരിമാർ ഡയറക്റ്റ് നമുക്ക് കൊണ്ടുവരും. അവർ ഒരു കോൺട്രാക്ട് എടുക്കും, പിന്നെ അത് അവർ 3D പണി മാത്രം നമ്മുടെ അടുത്തേക്ക് ഏൽപ്പിക്കും. ഈ ഡോറൊക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൽ ചിത്രപ്പണി മാത്രം എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ വരും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഡയറക്റ്റ് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരും. ഇതെങ്ങനെയാണ് കസ്റ്റമർക്ക് നമ്മൾ ഇതിന്റെ ഒരു പ്രൈസ് ടാഗ് പറയാറ്? പ്രൈസ് ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പെർ ഹവറാണ്, 1 മണിക്കൂറിന്റെ ചാർജാണ് നമ്മൾ കൂട്ടുക. 1 മണിക്കൂറിന് ഇത്ര വെച്ചിട്ട് ഓരോ പണിക്കും ഓരോ ചാർജ് ഉണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന്റെ ചാർജ് ഉണ്ടാവും. അത് ഓരോ ഡോറിന്റെ ഡിസൈൻ ഒക്കെ വരുമ്പോൾ അതിന് സ്ക്വയർ ഫീറ്റ് ചാർജ് ആവും. നമ്മൾ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര ടൈമിന്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? അതിനൊരു ടൈം പീരീഡ് പറയാൻ പറ്റാറുണ്ടോ? പിന്നെന്താ, ഒരു ഡോറ് ഏകദേശം 4 മണിക്കൂർ. ഒരു ഫുള്ള് ഡോറ് 3D ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഡോർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 മണിക്കൂറാണ് അതിന്റെ ടൈമിങ്. സത്യത്തിൽ ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ശരിക്കും സാറ്? എൻ്റെ അച്ഛൻ ആശാരിയാണ്. മീൻസ് അച്ഛൻ ഒരു പ്രോപ്പർ ആശാരിയാണ്. തമിഴ്നാട്ടിലാണ് എൻ്റെ അച്ഛൻ്റെ വീടും സ്ഥലമൊക്കെ. ഞാനിവിടെ അമ്മയുടെ വീട് കേരളം, പാലക്കാട്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ട് ഈ സംഭവം നടത്തിക്കൊണ്ട് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചെർപ്പശ്ശേരി മാങ്ങോട് വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വെള്ളിനേഴി, അതൊരു കലാമണ്ഡലമാണ്. അവിടെ നമുക്ക് പൂജ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പണികൾ കുറേ വരും. ഒരുപാട് പണികൾ വരും. അതുകൊണ്ട് ഈ ലൊക്കേഷൻ തിരഞ്ഞെടുത്ത കാരണം, പിന്നെ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അച്ഛൻ ആശാരിപ്പണിയാണ്. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ തോന്നി ഞാൻ ചെയ്ത പരിപാടിയാണ് 3D മോഡലിംഗ് ഡിസൈൻസ്. സാറിന്റെ ഫാമിലിയിൽ ആരൊക്കെയുള്ളത്? ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഉള്ളത്? ഫാമിലി സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ, അമ്മ, ഏട്ടനുണ്ട്. ഏട്ടൻ ചെന്നൈയിലാണ്, IT ഫീൽഡാണ്. ഇപ്പം ഞാനിവിടെ സ്വന്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കസ്റ്റമേഴ്സ് നമ്മൾ ഏതൊക്കെ ഭാഗത്തുനിന്ന്, ചെർപ്പശ്ശേരി, മണ്ണാർക്കാട് എല്ലാ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്? നമുക്ക് ചെർപ്പശ്ശേരി കരിങ്ങല്ലത്താണിന്ന് പിന്നെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പാലക്കാട്, കോങ്ങാട്, കടമ്പഴിപ്പുറം, പിന്നെ ഒറ്റപ്പാലം, അടയ്ക്കാവുത്തൂരിന്ന് മെയിനായിട്ട് നമുക്ക് മില്ലുണ്ട്. അടയ്ക്കാവുത്തൂർ മില്ലുണ്ട്. അവിടെ നിന്ന് നമുക്ക് മോസ്റ്റ്ലി വർക്ക് നമുക്കാണ് വരിക. ഡോറായാലും അലമാരായാലും കട്ടിലായാലും എല്ലാ പണിയും നമുക്ക് തന്നെ തരുള്ളൂ. ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡാണ് ആൾക്കാർ വീട് പണിയുമ്പോൾ. ഇപ്പം എല്ലാവരും വുഡിലാണ് നെയിം ബോർഡ് വയ്ക്കുന്നുണ്ട്. അതുപോലെ മെയിൻ ഡോറിൽ ഒരു കൊത്തുപണി വരുന്നുണ്ട്. ആദ്യകാലത്തെ ഉള്ള സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിലെ ഒരു അപ്ഡേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ കാലം പുരോഗമിക്കുമ്പോൾ നമ്മളും പുരോഗമിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ കൈപ്പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ വന്നത് കാരണം കുറേ പണികൾ സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്, പൈസ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇന്റീരിയറിൽ ഒരു വീട്ടിലെ ഇതിന്റെ എന്തൊക്കെ വർക്കുകൾ, പൂജാ റൂം അല്ലാണ്ട് പിന്നെ എന്തൊക്കെ വരുന്നത് അവിടെ? ഇന്റീരിയർ പണി എന്ന് പറയുമ്പോൾ പാനലിംഗ് ആണ് മെയിൻ പണി. അതൊരു വലിയ ഈ കമ്പനികൾ പിന്നെ വീടിന്റെ മോൾ ഭാഗം അതൊക്കെ ഫുള്ള് 3D പാനലിംഗ് 2D പാനലിംഗ് ചെയ്യും. അത് ഭംഗി മാത്രമല്ല, അത്
സേഫ്റ്റിയും കൂടിയാണ്. മൾട്ടിവുഡ്, അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ AACP ഷീറ്റ്, UPVC, മൾട്ടിവുഡ് ലാമിനേഷൻ, MDF, HDX, WBC, കുറേ ഷീറ്റുണ്ട്. അങ്ങനെ ഒരുപാട് ഷീറ്റുണ്ട്. നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം സാറേ. നമ്മുടെ സ്ഥലം SB വുഡ് കാർവിങ്സ് ആൻഡ് ഡിസൈൻസ് ആണ്. ഇത് ശരിക്കും വരുന്നത് പാലക്കാട് ടു ചെർപ്പളശ്ശേരിക്ക് വരുന്ന ഹൈവേയിലാണ്, മാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.